ഓക്കെ, അപ്പോൾ കോമിക് നറേറ്റീവിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഫസ്റ്റ് എപ്പിസോഡ്. നേരത്തെ ഒരു എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ എപ്പിസോഡാണ്. സോ എന്താണ് കോമിക് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ആണ്. ഇതിൽ ഞാൻ മലയാളം മൂവീസിലെ കോമഡി ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമഡി ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും അതിൽ ഞാൻ കണ്ട കോമഡീസും അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കാതെ പോയ കോമഡീസ്, പിന്നെ നിങ്ങൾക്കും ഇന്ററാക്ട് ചെയ്യാം. മലയാള സിനിമയിലെ കോമഡി ലെജൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷനെ കുറിച്ച്, കാണാത്ത സിനിമകളെ കുറിച്ച് ഒക്കെ ഫെമിലിയർ ആക്കുക. ഒരു ഓപ്പൺ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. നിങ്ങൾക്ക് കോമൻസ് ചെയ്യാം, റിപ്ലൈ തരും. അപ്പോൾ എനിക്ക് ആകെ 33 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. 33 പേര് എനിക്ക് പേഴ്സണലി അറിയാം. അതും ഒരു സന്തോഷമല്ല. പേഴ്സണൽ അറിയാത്തവരൊക്കെ വരണം. എല്ലാവരും വീഡിയോ കാണൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, അൺസെലിബ്രേറ്റഡിൽ എനിക്ക് അൺസെലിബ്രേറ്റഡ് ആണെന്ന് തോന്നിയ ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് അക്കരെ 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 സിനിമയില് MG സോമൻ അനശ്വരമാക്കിയൊരു ക്യാരക്ടർ ഉണ്ട്, കൃഷ്ണൻ നായർ, കമ്മീഷണർ കൃഷ്ണൻ നായർ. ഹോം മിനിസ്റ്റർ ഫോണിൽ എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചു. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല സാർ. ഈ സീരീസ് തന്നെ ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് തന്നെ ഉണ്ടാവാൻ കാരണം MG സോമനാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ചന്തുവും ഞാനും പണ്ട് സിനിമ കാണുമ്പോഴൊക്കെ, ഒരുമിച്ചിരുന്ന സിനിമ കണ്ടപ്പോഴൊക്കെ അവനാണ് എന്നെ നോട്ടീസ് ചെയ്തത് ഈ ക്യാരക്ടറിനെ കുറിച്ച്. അവൻ ഇരുന്നിങ്ങനെ ചിരിക്കുന്നുണ്ട്. സോ ദാസന്റെയും വിജയന്റെയും അത്രയും പോപ്പുലർ അല്ല കൃഷ്ണൻ നായർ. അതിലെ മണിയമ്പിള്ളയുടെയും മുകേഷിന്റെ അത്രയും പോപ്പുലർ അല്ല. സോ അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്താണ് ഇവൻ ഇത്രയും ചിരിക്കുന്നുള്ളത്. സോ ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി, എന്താണ് കൃഷ്ണൻ നായരുടെ പ്രത്യേകത. കൃഷ്ണൻ നായർ ഒരു കമ്മീഷണറാണ്. പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ദാസനെയും വിജയനെ അമേരിക്കയിലോട്ട് വിടുന്നത്. അവിടെ തന്നെ പുള്ളി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പുള്ളി എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, രണ്ട് പ്ലാൻ ഉണ്ടാവും. പ്ലാൻ നമ്പർ 1, പ്ലാൻ നമ്പർ 2. നമ്പർ 1, അവിടെ ഇന്ത്യൻ എംബസി ജോലി ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ശിവദാസ മേനോൻ എയർപോർട്ടിൽ നിങ്ങളെ റിസീവ് ചെയ്യാൻ വരും. ദാറ്റ് ഈസ് നമ്പർ 2. തമ്മിൽ ആള് തെറ്റാതിരിക്കാൻ വേണ്ടി അയാൾക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മേനോൻ നിങ്ങളോട് ചോദിക്കും സാധനം കയ്യിലുണ്ടോ എന്ന്. അപ്പൊ നിങ്ങളുടെ കോഡ് സാധനം കയ്യിലുണ്ട്. ഇവർ ഈ സാധനം കയ്യിലുണ്ടോ എന്നും പറഞ്ഞ് അവിടെ ചെന്ന് നട്ടം തിരിയണ തന്നെ, ദാസനും വീരനും നട്ടം തിരിയാൻ തന്നെ കാരണം ഇങ്ങേറെ പ്ലാനാണ് കൃഷ്ണൻ നായരുടെ. ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവന്മാര് വലിപ്പിക്കാന്ന് മനസ്സിലായി, ഇവിടെ അവന്മാർ കേസൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പുള്ളി വേഷം മാറി അവിടെ അമേരിക്കയിലെത്താണ്. അതൊരു പാറ വിഗും വെച്ച് ഒരു മീശയൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ നേരെ ചെന്നിട്ട് അക്കീറ കുറസോവ, പുള്ളിക്ക് വേറെ ഒരു പേരും കിട്ടിയില്ല. പർപ്പസ് എന്താന്ന് ചോദിക്കുമ്പോ കില്ലിങ്. ഐ വാണ്ട് ടു കിൽ all the mosquitoes in the world. I am here to do a research on the subject mosquito killing. Thank you. You're welcome. ഇപ്പൊ ദരിദ്രം പിടിച്ചു കിടക്കുന്ന മുകേഷിന്റെയും മണിയമ്പിള്ള രാജുവിന്റെയും ക്യാരക്ടേഴ്സ് വന്നിട്ട് ഇങ്ങനെ പറ്റടിച്ചുകൊണ്ട് പോകും. നായർ IPS, കമ്മീഷൻ ഓഫ് പോലീസ് മദ്രാസ്. IPS കാരൻ ബിഗ് കച്ചവടത്തിന് ഇറങ്ങേണ്ട ആവശ്യം? യവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കും. യവന്റെ ഭാര്യ ധാരാളിയായിരിക്കും. അവർക്ക് സാരി വാങ്ങിക്കാനും ക്ലബിൽ പോകാനും ചെറുപ്പക്കാരുമായിട്ട് കെട്ടിമറിയാനും യവന്റെ ശമ്പളം തികയുന്നില്ലായിരിക്കും. ചെറുപ്പക്കാരോട് കെട്ടിമറിഞ്ഞ അമ്മൂമ്മയുടെ. ഇതിനകത്ത് ഒരു സീനില് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. Listen, number 1, we have to plan a detailed operation. And number 2, I will tell you later. ദേവ്ജി ഒരു സിനിമ പറയണ സെയിം സാധനം. അത് ഒരു തോക്കെടുത്ത് കറങ്ങി വെടി വെക്കുന്നുണ്ട്, 10-13 വെടി. അപ്പം കൂട്ടുകാരനായ മുടുകുടിയുടെ ക്യാരക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ വെടികൊണ്ട് 5-6 ചത്തു. പോലീസ് പിടിച്ച ആയുഷ്കാലം മുഴുവൻ താനോടെ കിടക്കേണ്ടി വരും. അയ്യോ തോക്ക്. കൃഷ്ണൻ നായർ എന്നെ സംബന്ധിച്ചൊരു ഗംഭീര ക്യാരക്ടറാണ്. ഇതിൽ തന്നെ പുള്ളിക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. എനിക്ക് വിശക്കുന്നു. പുള്ളി ആദ്യം വന്നപ്പോമാർക്ക് ഭയങ്കര പേടിയായിരുന്നു, ഈ മുകേഷിനും മണിയമ്പിള്ള രാജുവിനും. വിശക്കണമെന്ന് പറയുന്ന സമയത്ത് ഒന്ന് എണീറ്റ് പോവുക. ആകെ ഉണ്ടായിരുന്ന ഒരു കാറാ, കിട്ടുന്ന വിലക്ക് വിറ്റ് ഒരു നേരത്തെ ആഹാരമെങ്കിലും വാങ്ങിക്കാമായിരുന്നു. അതുകൂടി ഇല്ലാതാക്കി പരമദ്രോഹി.
വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത് മണിയമ്പിള്ള പറയുന്നുണ്ട് നല്ല പുല്ലുണ്ട് ചവച്ചരച്ച് തിന്ന്. അപ്പൊ ഈ പുള്ളിക്ക് പ്രൊവോക്കഡ് ആയിട്ട് പുള്ളി പറയും നീയൊക്കെ അങ്ങോട്ട് പോവാ, ചെന്നൈയിലോട്ട് പോയെന്ന് പറയും. അപ്പൊ മുകേഷ് താൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. എടാ ഞാൻ ഒരു പോലീസ് കമ്മീഷണറാ. അതങ്ങ് നാട്ടില്, ഇവിടെ ഏതോ ഒരു തെണ്ടി. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സീൻ എന്താന്ന് വെച്ചാൽ പുള്ളി കുട്ടികളെ എന്റെ അവസ്ഥ മനസ്സിലാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പുറകെ പോണ സീനൊക്കെ. പൊന്നു കുട്ടികളെ, ജീവിതം താറുമാറായിരിക്കുക. അവന്മാരെയും തട്ടി എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ നാട് പിടിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലൈമാക്സും കഴിഞ്ഞ് ഈ കിരീടമൊക്കെ നാട്ടിലെത്തിയിട്ട് ഈ ദാസനും വിജയനും ഇങ്ങനെ മാലയൊക്കെ ഇട്ട് സ്വീകരണം നിൽക്കുന്ന സമയത്ത് പുള്ളി ഒരു പുച്ഛം കൊടുക്കുന്നുണ്ട്. എന്റെ ഇന്ന് വരെ എനിക്കിപ്പോ ഇത്രയും പ്രായം, ഞാൻ ജനിച്ചിട്ട് ഈ നിമിഷം വരെ, ഈ വീഡിയോ എടുക്കുന്ന ഈ സമയം വരെ സിനിമയിലായാലും ജീവിതത്തിലായാലും ഞാൻ അങ്ങനെ ഒരു പുച്ഛം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഞാനിത് ഇവിടെ വെക്കണമെങ്കിൽ കാണും, അങ്ങനെ ഒരു പുച്ഛം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. Just leaving for Kuwait, London. Just leaving for Kuwait. കൃഷ്ണൻ നായർ. അടുത്തത് കൊപ്ര പ്രഭാകരൻ ഫ്രം പട്ടണപ്രവേശം. ഈ പട്ടണപ്രവേശത്തില് ഭയങ്കര സീരിയസ് ആയ വില്ലനാണ്. പട്ടണപ്രവേശത്തിൽ മാത്രമല്ല, നാടോടിക്കാട്ടിലും സീരിയസ് ആയ വില്ലന്മാരാണ് ഈ അനന്തൻ നമ്പ്യാരും പട്ടണപ്രവേശത്തിൽ വരുമ്പോ ഈ കൊപ്ര പ്രഭാകരൻ. ഇവർ ഭയങ്കര വില്ലന്മാരാണ്, ടെറർ വില്ലന്മാരാണ്. പക്ഷേ ആ സിനിമയില് ശ്രീനിവാസൻ, ലെജൻഡറി റൈറ്റർ ശ്രീനിവാസൻ അവരെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഹിലേറിയസ് ആയിട്ടാണ്. അവരുടെ ചില ആക്ഷൻസ്, ഇവര് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ. അപ്പം അത്രത്തോളം അനന്തൻ നമ്പ്യാർ പിന്നെയും സെലിബ്രേറ്റഡ് ആണ്. അതിലുള്ള കുറച്ച് മീമൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ എന്തൊക്കെയായിരുന്നു അവനായി ഷവായി എന്ന് പറയുന്ന ആ സാധനം. അപ്പോഴും കരമന ജനാർദ്ദൻ ചെയ്ത കൊപ്ര പ്രഭാകരൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത്ര സെലിബ്രേറ്റഡ് അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കൊപ്ര പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഞ്ചാവ് കൃഷിയൊക്കെ നടത്തുന്ന, ഈ അനാഥ മന്ദിരവും കുഷ്ഠരോഗ ആശുപത്രിയൊക്കെ സന്ദർശിക്കുന്ന, അവർക്ക് ഡൊണേഷനൊക്കെ ചെയ്യുന്ന, ഭയങ്കര നല്ലവെന്ന് കാണിക്കുന്ന ഒരു ബോൺ ക്രിമിനലാണ്. പുള്ളിയുടെ കള്ളത്തരങ്ങൾ പുള്ളിയുടെ ഭാര്യയ്ക്ക് പോലും അറിയില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കൊപ്ര പ്രഭാകരൻ കള്ളത്തരമൊക്കെ മറച്ചു പോകുമ്പോൾ അവിടെ ദാസനും വിജയനും വരുന്നു. പക്ഷെ ദാസനും വിജയനും ഇന്റൻഷൻ വേറെയാണ്. അയാളുടെ വീട്ടിൽ കയറിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ആളെ സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. മോഹൻലാൽ വീട്ടിൽ വരുമ്പോൾ ഇവർ നമ്മളൊരു ഇന്ററാക്ഷൻ ഉണ്ട്. ഈ മുറിയില്ലേ ഇന്ന് വരെ ആരും അങ്ങനെ വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല സർ. ചുമ്മാ മുറിയല്ലേ? ചുമ്മാ മുറി. ആ അതെ. ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ? എല്ലാം നല്ല ആളാണ് സർ. അതായത് ഈ പ്രദേശത്തുള്ള എല്ലാരും എന്നെ പോലെ അന്തസ്സും മാന്യതയും ഒക്കെ ഉള്ളവരാണ് സർ. സത്യത്തിൽ മക്കളില്ലാത്ത എനിക്ക് അവരൊക്കെയാണ് സാർ ഏക ആശ്വാസം. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ ഈ കുഷ്ഠരോഗ ആശുപത്രിയും അനാഥ മന്ദിരവുമാണ് ഏക ആശ്വാസം എന്ന്. അത് വേറൊരു ആശ്വാസം. സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നു. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ വന്നോട്ടെ. പിന്നെന്താ, മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അനന്തൻ നമ്പ്യാരായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ ഉണ്ട്. അനന്തൻ നമ്പ്യാർ ജയിലിൽ ചാടി വരുന്ന സമയത്ത് ഇവര് തമ്മിലുള്ള സൗഹൃദങ്ങളൊക്കെ അനന്തൻ നമ്പ്യാർ റീകളക്ട് ചെയ്യുമ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് പ്രഭാര വിശേഷങ്ങള്? തന്റെ മുഖത്തെന്താ ഒരു തെളിച്ചില്ലാതെ? കളക്കടത്തും കൊലപാതകമൊക്കെ എങ്ങനെയുണ്ട്? ആ അങ്ങനെ നടന്നു പോകുന്നു. വിജയന്റെ ക്യാരക്ടർ വേഷം മാറി തങ്കപ്പനായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ വേലക്കാരിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ കരമന ജനാർദ്ദൻ വന്ന് ചോദിക്കുന്നത് എന്തുവാ ഇവിടെ രണ്ടാളും കൂടി, എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ എന്നാണ്. അങ്ങനെ പുള്ളി ഒരിക്കലും ചിരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുള്ളി ആകെ ചിരിക്കുന്നത് മോഹൻലാലായിട്ടുള്ള ഇന്ററാക്ഷൻ സീനിൽ മാത്രമാണ്. പുള്ളി കാണിക്കുന്ന പുള്ളി ഫേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ചിരിക്കുന്നത്. അല്ലെങ്കിൽ ബോൺ ക്രിമിനലാണ്. ഈ കള്ളക്കടത്തും കൊലപാതകവും നന്നായിട്ട് പോണെങ്കിൽ ദൈവവിശ്വാസം, ദൈവത്തെ പോയി കാണുമെന്ന് പറയുന്നത്. എന്നിട്ട് പുള്ളി മറ്റേ പത്രം വായിക്കും. പത്രം വായിക്കുമ്പോൾ ഈ കള്ളക്കടത്തുകാരനെ എന്തോ പറ്റിയൊരു വാർത്തയാണ്. അത് വായിച്ചിട്ട് പുള്ളി പറയുന്നത് എന്താന്ന് വെച്ചാൽ, കള്ളക്കടത്ത് സംഘത്തിലെ 3 പേരെ അറസ്റ്റ് ചെയ്തു. 2 പേർ കടലിൽ ചാടി രക്ഷപ്പെട്ടു. കഷ്ടം, ഈ കസ്റ്റംസുകാരെ കൊണ്ട് തോറ്റു. കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി. കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജായി എന്ന് പരിതപിക്കുകയാണ് പുള്ളി. സോ കോമഡി കാണിക്കാൻ മറ്റേ ഒരുപാട് ബോഡി ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യാതെ മിനിമലായിട്ടുള്ള കാര്യങ്ങളും ഡയലോഗ് ഡെലിവറിയും വെച്ചിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് കൊപ്ര പ്രഭാകരൻ. അതിന് ആ സമയത്തെല്ലാം ഞാൻ ഇടുക്കിയിലായിരുന്നു. അവിടെ കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ താൻ അകത്തായ വിവരം ഞാൻ അറിയുന്നത്. അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര